തിയേറ്ററുകളിൽ റെക്കോർഡ് കളക്ഷനുകൾ ഭേദിച്ച് എമ്പുരാൻ അതിശീഘ്രം അതിന്റെ ജൈത്രയാത്ര തുടരുകയാണ്. തിയേറ്ററുകൾക്ക് പുറത്ത് വർഗീയത ആളിക്കത്തിച്ചുകൊണ്ട് 18 അടവും പയറ്റുകയാണ് സംഘപരിവാർ കേന്ദ്രങ്ങൾ. ഇതൊരവസരമാണെന്നും കഴിവുള്ളിടത്തോളം ഇതിൽ കൂടി നേട്ടമുണ്ടാകണമെന്നും ഒരു കൂട്ടർ കരുതുമ്പോൾ ഇത് ജീവൻ മരണ പോരാട്ടമാണ്. തലമുറകൾ തിരിച്ചറിയരുത് എന്നാഗ്രഹിച്ചത് അതിന്റെ എല്ലാ ഭീകരതയോടും കൂടി പുറത്തെത്തിയിരിക്കുന്നു. ഒരുപക്ഷെ കാൽച്ചുവട്ടിലെ മണ്ണ് തന്നെ ഒളിച്ചു പോയേക്കാം എന്നുള്ള ചിന്തയിൽ ഒരു കൂട്ടരുടെ ഉറക്കം തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ എമ്പുരാനെ തലങ്ങും വിലങ്ങും വെട്ടിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഇന്നു മുതൽ വെട്ടുകൊണ്ട് വികൃതമായി ചോര പൊടിയുന്നൊരു മുഖവുമായിട്ടായിരിക്കും എമ്പുരാൻ തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തുക. ഭയാനകമായ ഒരവസ്ഥയിലേക്ക് രാജ്യം പോവുകയാണ്. നാം എന്തു ഭക്ഷിക്കണം, ഏത് വസ്ത്രം ധരിക്കണം, എന്തു പഠിക്കണം, എങ്ങനെ ചിന്തിക്കണം, എന്ത് കാണണം, എന്ത് കാണരുത് മുതലായവയെല്ലാം ഭരണകൂടം തീരുമാനിക്കുന്ന അത്യന്തം ആപൽക്കരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് രാജ്യം മാറ്റപ്പെടുന്നു. ഒടുവിൽ മനുഷ്യന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ മേലും ആശയ പ്രചരണങ്ങളുടെ മേലും കത്തി കയറ്റിയിരിക്കുന്നു. ഭയപ്പെട്ടേ തീരൂ. ആ ഭയത്തിന്റെ ആധിക്യത്തിൽ മലയാളത്തിന്റെ മഹാനടനെ ചുവടുപിഴച്ചു. അയാളൊടുവിൽ മാപ്പ് പറയുവാൻ നിർബന്ധിതനായി. ശരിയാണ്, മോഹൻലാൽ മാപ്പ് പറഞ്ഞു. പൃഥ്വിരാജ് അതിനെ പിന്താങ്ങുകയും ചെയ്തു. അതവരുടെ ഗതികേടാണ്. എന്നാൽ അത് അവരുടെ ഗതികേട് മാത്രമല്ല, നമ്മുടെയും ഗതികേട് കൂടിയാണ്. ഈ സിനിമ ഇതിനോടകം കണ്ടു കഴിഞ്ഞവരുടെയും ഇനി കാണാനിരിക്കുന്നവരുടെയും ഗതികേടാണ്. അതെ, വ്യക്തമായി പറയാം, പൃഥ്വിരാജിന്റെയും മോഹൻലാലിന്റെയും മാത്രം ഗതികേടല്ല, ഞങ്ങൾ കൂടി എത്തപ്പെട്ട് കഴിഞ്ഞ ഞങ്ങളുടെ കാലത്തിന്റെ ഗതികേടാണിത്. പക്ഷെ നമ്മൾ എങ്ങനെ ഇവിടെ വരെ എത്തി എന്നാണ് ഈ സിനിമ പറയുന്നതെങ്കിൽ നമ്മൾ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് അതിന്മേൽ വീഴുന്ന ഓരോ വെട്ടും നമ്മോട് പറയുന്നുണ്ട്. നമ്മൾ എത്തിച്ചേർന്ന കാലത്തിന്റെ ഭീകരതയെ ഇതിലും ശക്തമായി ഒരു സിനിമ എങ്ങനെയാണ് ഇനി ആവിഷ്കരിക്കുക? വിഘടിത രാഷ്ട്രീയത്തിന്റെ കാലുഷ്യങ്ങളുടെ, ക്രൂരതകളുടെ, വംശഹത്യകളുടെ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ തന്നെ ആൾക്കൂട്ട ആക്രമണം നടത്തപ്പെടുകയും മുറിപ്പെടുവാനുള്ള തന്റെ അനന്തമായ സാധ്യത കാണിച്ച് മതത്തിന്റെ ശരീരം നിലവിളിക്കുകയും ചെയ്യുമ്പോൾ ഒരു നടനും സംവിധായകനും നിർമ്മാതാവിനും മുൻപിലുയരുന്ന ചോദ്യമാണ് പടം വേണോ അതോ പടമാവണോ എന്നുള്ളത്. എഴുത്തു വേണോ അതോ കഴുത്തു വേണോ എന്നത്. പടം വെട്ടിമുറിച്ചാലും സാരമില്ല, പടമാവാതിരുന്നാൽ മതി. എഴുത്തു വേണ്ട, കഴുത്തു മതി എന്ന് ഞാൻ തീരുമാനിക്കുന്നത് പോലെ, എൻ്റെ ചുറ്റുമുള്ളവർ തീരുമാനിക്കുന്നത് പോലെ പടമാകണ്ട എന്ന് തീരുമാനിക്കുവാനുള്ള അവകാശം മോഹൻലാലിനും പൃഥ്വിരാജിനുമുണ്ട്. അവർക്ക് ഈ സിനിമയിൽ നിന്നും പല രംഗങ്ങളും മുറിച്ചു കളയേണ്ടി വന്നതും മാപ്പ് പറയേണ്ടി വന്നതും കഴുത്ത് കണ്ടിച്ചു കളയാതിരിക്കുവാൻ വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു തലമുറ കേരളത്തിലുണ്ട് എന്നുള്ളത് പ്രത്യാശാകരമായ കാര്യമാണ്. എങ്കിലും കഴുത്തു വേണോ അതോ എഴുത്തു വേണോ എന്ന ചോദ്യത്തിന് എഴുത്തുകാരൻ ഇപ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന മൗനം കഴുത്തു പോയാലും സാരമില്ല, എഴുതിയത് തന്നെ. മുരളി ഗോപി, അങ്ങയുടെ ആ ധൈര്യം അപാരമാണ്. അതിന്റെ മുൻപിൽ എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് ചെയ്യാതിരിക്കുവാൻ കഴിയുന്നില്ല. മോഹൻലാൽ കഴിഞ്ഞ ദിവസം ഖേദപ്രകടനം നടത്തി എന്നുള്ളൊരു വാർത്ത നാം കണ്ടു കേട്ടു. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്നത് ഒരു പടി കൂടി മുൻപോട്ട് പോയിരിക്കുന്നു. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും ഫോണിൽ വിളിച്ച് മോഹൻലാൽ മാപ്പപേക്ഷ നടത്തി തെറ്റുപറ്റി, ഇനി ആവർത്തിക്കില്ല എന്നുള്ള വാർത്തയാണ്. അതേക്കുറിച്ച് ഇതിനോടകം പുറത്തു വന്ന ഒരു വീഡിയോ ക്ലിപ്പ് മാത്യു സാമുവൽ എന്ന മാധ്യമ പ്രവർത്തകൻ തന്റെ യൂട്യൂബിൽ പങ്കുവച്ചിട്ടുണ്ട്. മലയാളത്തിലെ സൂപ്പർ താരം മോഹൻലാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ഫോണിൽ ക്ഷമ ചോദിച്ചു. എമ്പുരാൻ സിനിമയ്ക്കകത്ത് വന്ന സീനുകൾ തെറ്റായിപ്പോയി. അത് അൺകണ്ടീഷണൽ അപ്പോളജിയാണ് ചോദിച്ചിരിക്കുന്നത്. മലയാളവുമായിട്ട് ബന്ധപ്പെട്ടൊരു സംവിധായകൻ തന്നെയാണ് ഇത് ഫോണിൽ ഈ കോൺവെർസേഷൻ അറേഞ്ച് ചെയ്ത് കൊടുത്തത്. കാരണം മോഹൻലാലും മോദിയുമായിട്ട് അന്യോന്യം നല്ല പരിചയമുണ്ട്. മോദി മോഹൻലാലിനെ വിളിക്കുന്ന മോഹൻലാൽ എന്നല്ല, മോഹൻ എന്നാണ്. ഇത്ര അറിയണമെന്നുണ്ടെങ്കിൽ സംഭവം ഞാൻ അറിഞ്ഞു. അതേപോലെ അമിത്ഷായോടും വിളിച്ച് മോഹൻലാലും അദ്ദേഹത്തിന്റെ ഭാര്യയെ ക്ഷമ ചോദിച്ചു, തെറ്റുപറ്റിപ്പോയി, ഇനി അത് ആവർത്തിക്കില്ല. അതേപോലെ തന്നെ മോഹൻലാൽ റിക്വസ്റ്റ് ചെയ്തു ഈ സെൻസർ ബോർഡ് അംഗങ്ങളെ ഇതിന്റെ പേരിൽ അവർക്കെതിരെ നടപടിയെടുക്കരുത്. കാരണം ഇവർക്ക് RSS BJP ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പം അറിയാൻ സാധിച്ചത് മോഹൻലാലിനെ പൃഥ്വിരാജ് വിളിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അദ്ദേഹവും വിളിച്ച് ക്ഷമ ചോദിച്ചു. ഇവരെല്ലാവരും വിളിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ വിളിച്ച് ക്ഷമ ചോദിച്ചു. BJPയുടെ നാഷണൽ പ്രസിഡന്റിനെ വിളിച്ച് ക്ഷമ ചോദിച്ചു. ഗുജറാത്ത് മുഖ്യമന്ത്രിയെ വിളിച്ച് ക്ഷമ ചോദിച്ചു. അമിത്ഷായെ വിളിച്ച് ക്ഷമ ചോദിച്ചു. തെറ്റുപറ്റിപ്പോയി, ഇനി സംഭവിക്കില്ല. മാപ്പ് പറയിക്കാം. സിനിമയെ വെട്ടിമുറിച്ച് വികലമാക്കി ജനത്തിന്റെ മുമ്പിൽ വീണ്ടും നിങ്ങൾക്ക് അവതരിപ്പിക്കാം. ഞങ്ങൾ തോൽപ്പിച്ചു കളഞ്ഞു എന്ന് മുഷ്ടി ചുരുട്ടി തെരുവുകളിൽ ആഹ്ലാദ നൃത്തം നടത്താം. പക്ഷേ ഇതിനോടകം ഈ സിനിമ കേരളത്തിന്റെ പുതിയ തലമുറയെ ബോധ്യപ്പെടുത്തിയ വലിയ ചില സത്യങ്ങളുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ കാലം ആരെയും അനുവദിക്കില്ല. 2000-ന് ശേഷം ഭാരതത്തിൽ ജനിച്ച ഒരു തലമുറയ്ക്ക് വാസ്തവത്തിൽ ഗുജറാത്ത് കലാപം എന്നൊക്കെയുള്ളത് കേട്ടുകേൾവികൾ മാത്രമായിരുന്നു. സത്യാവസ്ഥ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് ഒരു ഊഹവുമില്ലായിരുന്നു.
എന്നാൽ എമ്പുരാൻ അത് എന്താണ് എന്ന് അവരുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തി. സിനിമയിലെ പ്രധാന വില്ലനായ ബാബ ബജ്രംഗിയുടെ പേര് മുറിച്ചു മാറ്റി റീ എഡിറ്റ് ചെയ്ത് പകരം ബൽദേവ് എന്നാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. പക്ഷേ ഇന്നു മുതൽ ഈ വില്ലനെ കാണിക്കുമ്പോൾ തിയേറ്ററിൽ നിന്ന് ബാബ ബജ്രംഗി എന്ന പേര് ഉച്ചത്തിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കും. പ്രേക്ഷകന്റെ വായ മൂടിക്കെട്ട് തിയേറ്ററിനുള്ളിലേക്ക് കടത്തിവിടുവാൻ ഒരു സെൻസർ ബോർഡിനും പറ്റില്ലല്ലോ. ഗുജറാത്ത് കലാപകാലത്ത് ജനിച്ചിട്ടില്ലാത്ത കുട്ടികൾ പോലും ഇന്ന് ഗൂഗിളിൽ ബിൽക്കീസ് ബാനു എന്ന് സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ചിത്രത്തിലെ ഗർഭിണിയായ സ്ത്രീയെ വെട്ടിമാറ്റിയിട്ട് എന്ത് കാര്യം? ഒരു മോഹൻലാലിന്റെ മാപ്പ് ഷെയർ ചെയ്തതുകൊണ്ട് പൃഥ്വിരാജ് ഇന്ത്യയിലെ സംഘപരിവാർ കൂടാരങ്ങൾക്ക് തീയിട്ടത് ഇല്ലാതെയാവുന്നില്ല. RSSന്റെ ഭീകരമുഖം, ഹിന്ദുത്വയുടെ ഭീകരവശം, ഇതൊക്കെയാണ് ഇന്ത്യൻ ജനത ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു രാഷ്ട്രീയത്തിലും ഇടപെടാത്ത യുവതലമുറ പോലും ഇന്ന് ഗുജറാത്ത് കലാപത്തെക്കുറിച്ചും അതിനു പിൻപിൽ പ്രവർത്തിച്ചവരെക്കുറിച്ചും മനസ്സിലാക്കുന്നു. അതുകൊണ്ട് സംഘപരിവാർ ഭരണകൂട സമ്മർദ്ദം കൊണ്ട് മാപ്പ് പറഞ്ഞ മോഹൻലാൽ ജനമനസ്സുകളിൽ നിന്നും ഇല്ലാതെയാവുകയില്ല. ജനങ്ങളെല്ലാം കാണുന്നുണ്ട്, ജനങ്ങളെല്ലാം മനസ്സിലാക്കുന്നുണ്ട്, അവരെല്ലാം വിലയിരുത്തുന്നുമുണ്ട്.